ഇതെന്തെങ്ങനെയാണെന്നിപ്പോൾ ഞാൻ പറഞ്ഞുതരുന്നു വേണ്ടല്ലോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒക്കെ മനസ്സിലാവുണ്ടാവുമല്ലോ. ഇത് രാവിലെ മദ്രസക്ക് പോകാനുള്ള ടാസ്ക് കംപ്ലീറ്റ് ആക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കി വരുമ്പോഴത്തേനും നേരം കുറേ ആവും. അപ്പോൾ ഏതായാലും ഇവള് നീച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ വാവൻ്റെ കൂടെ. ഇന്ന് ടെസ്റ്റിന് പോകാനുള്ളത് തന്നെ വാവ നേരത്തെ എണീറ്റിരുന്നു. അപ്പോൾ ഇവര് രണ്ടാളും ഒന്നിച്ചാണ് നീച്ചതാണ് കേട്ടോ. അങ്ങനെ ഏതായാലും മദ്രസയിലൊക്കെ പോയി ഒന്ന് ടാസ്കൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ സ്കൂളിലാക്കാൻ പോയി. സ്കൂളിലെത്തിയപ്പോൾ അവൻ്റെ കയ്യിലൊരു ബിസ്ക്കറ്റും കഷ്ണമുണ്ട്. ആ ബിസ്ക്കറ്റും കഷ്ണം അവൻ എല്ലാവർക്കും ഒന്ന് വിതരണം ചെയ്യണം. ആകെ ഒരു 4 ഉള്ളൂ. അത് അവിടെയുള്ള 10-15 കുട്ടികൾക്ക് പോകാൻ കൊടുക്കുകയും ചെയ്തേന്. അത് കഴിഞ്ഞ് ഓഫീസിലെത്തിയപ്പോൾ ഇവർ പറയാം നമുക്ക് കാക്കനെ ഒന്ന് കണ്ടുവരാറിന്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ കാക്കനെ കാണാൻ പോയതായിരുന്നു. ഞങ്ങൾ കുറച്ചിട്ടൊന്നുമില്ല, നല്ലോണം തന്നെ സാധനങ്ങളൊക്കെ വാങ്ങി കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാക്കയ്ക്ക് നമ്മളൊന്നും കൊണ്ടുവന്നില്ലാന്ന് തോന്നണ്ടല്ലോ. ഏതായാലും ഞങ്ങൾ 3 കൂടി കാക്കനെ കാണാനായിട്ടുണ്ട് ഇറങ്ങി. മക്കൾ വിടുന്ന നേരമായപ്പോൾ ഞാൻ തിരിച്ചു വരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങളൊരു ജിലേബി കഷ്ണമൊക്കെ അവിടുന്ന് കടയിൽ നിന്ന് വാങ്ങി തിന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പുഴ ചെന്നപ്പോൾ അവിടെ വല വീശണം. ഞാനാണെങ്കിൽ ഇതുവരെ കണ്ടിട്ടുമില്ല വീശുന്നത്. ഇവർ തോണി പോയി വല ഇട്ടിച്ച് പോരുന്നല്ലാതെ അതിനും പോയിട്ടുണ്ട്. ഇത് ഞാൻ അതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ മക്കളിനോട് ചോദിക്കേണ്ടത് എങ്ങനെയാണ് മമ്മ ഇപ്പം തന്നെ എടുക്കാൻ പറ്റുന്നത്, നമുക്ക് അതിനെപ്പറ്റി അറിഞ്ഞെങ്കിലല്ലോ ഓൾക്ക് എന്തെങ്കിലും പറഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ അധികം ഒന്നും സംസാരിക്കാൻ നിന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഇവര് രണ്ടാളും ഒരു ഫോട്ടോ എടുക്കുമോ ചോദിച്ചപ്പോൾ ഇവലും ഒരു വീഡിയോ ഇതിലാണ്ട് പെടുത്തി. അങ്ങനെ ഇവലും വിളിക്കുന്നുണ്ട് ഓലും കൂടി ഒരു ഫോട്ടോ എടുക്കുമോ ചോദിച്ചു. അങ്ങനെ ഓലും ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.